ആമീസ് വേൾഡ് 2025 വീണ്ടും ഏവർക്കും സ്വാഗതം. എനിക്ക് ധാരാളം മെസ്സേജുകൾ വരുന്നു, ഡൗട്ടുകൾ, നിർദ്ദേശങ്ങൾ, അങ്ങനെ പലതും ധാരാളമായി വരുന്ന മെസ്സേജുകളിൽ ഒന്ന് ഞാൻ വായിക്കാം. പോക്സോ കേസുകൾ എന്താണ് മാഡം? വ്യാജ പോക്സോ കേസുകളെക്കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ പോക്സോ കേസിൻ്റെ വിവിധ സ്റ്റേജസിനെ കുറിച്ച് ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. ഇന്ന് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി പോക്സോ ആക്ട് എന്താണെന്ന് നോക്കാം. 2012 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാൻ കൊണ്ടുവന്ന പ്രത്യേക ഇന്ത്യൻ നിയമമാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012. കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റങ്ങൾ നിർവചിക്കുക, കുറ്റങ്ങൾക്ക് കഠിന ശിക്ഷ നിശ്ചയിക്കുക, ചൈൽഡ് ഫ്രണ്ട്ലി ആയ അന്വേഷണം, വിചാരണ, വിക്ടിമിൻ്റെ ഐഡൻറ്റിറ്റി സംരക്ഷണം, സ്പീഡി ട്രയൽ തുടങ്ങിയ കാര്യങ്ങൾ പോക്സോ ആക്ടിൽ പ്രാധാന്യം നൽകുന്നു. ചൈൽഡ് എന്നാൽ 18 വയസ്സിന് താഴെ പ്രായമുള്ള ആൾ എന്നാണ് അർത്ഥം. ഈ കാര്യത്തിൽ കൺസെൻറ്റ്, പ്രണയബന്ധം, ഇനി വിവാഹ വാഗ്ദാനം തുടങ്ങിയവയൊന്നും കോടതി പരിഗണിക്കില്ല. സ്ത്രീ പോലീസ് ഓഫീസർ, കുട്ടിയുടെ വീട്ടിൽ തന്നെ മൊഴിയെടുക്കൽ, സ്പെഷ്യൽ പോക്സോ കോർട്ട്, ഇൻ ക്യാമറ ട്രയൽ തുടങ്ങിയ രീതികളാണ് പോക്സോ കേസുകളിൽ വരുന്നത്. ഇനി പോക്സോ ആക്ടിൽ വന്നിട്ടുള്ള കുറ്റങ്ങൾ എന്താണെന്ന് നോക്കാം. ലൈംഗിക ബന്ധം ശിക്ഷ 10 വർഷം മുതൽ ലൈഫ് വരെ കിട്ടാറുണ്ട്. ഇനി അഗ്രിവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്സ് സെക്ഷൻ 5ഉം 6ഉം പ്രകാരമുള്ളത്. ലൈംഗിക അതിക്രമം ഗുരുതരമായ സാഹചര്യങ്ങളിൽ, അഗ്രിവേറ്റഡ് കൂടുതൽ ഗുരുതരമായ രീതിയിൽ, കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ലിംഗം, വിരൽ, വസ്തു എന്നിവ യോനി, ഗുദം, വായിൽ പ്രവേശിപ്പിക്കൽ, കുട്ടിയെ നിർബന്ധിക്കൽ, ഇവയൊക്കെ പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടിൽ പെടുന്നവയാണ്. ശിക്ഷ 20 വർഷം മുതൽ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് വരെ കൊടുക്കുന്നു. ഇതിൽ പ്രതി പോലീസ്, ആർമി, സെക്യൂരിറ്റി ഫോഴ്സ്, അധ്യാപകൻ, സ്കൂൾ സ്റ്റാഫ്, ഡോക്ടർ, ആശുപത്രി സ്റ്റാഫ്, കുടുംബാംഗം, ബന്ധു, ഇനി കുട്ടിയുടെ വിശ്വാസം ആർജിച്ച ഒരാൾ 12 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയെ സെക്ഷൽ അസാൾട്ട് ചെയ്താൽ സെക്ഷൻ 5, 6 പ്രകാരം അഗ്രിവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടിൽ വരുന്നു. കുറ്റത്തിൻ്റെ രീതി ഒരേ കുട്ടിയെ വീണ്ടും വീണ്ടും ഒന്നിലധികം പേർ ചേർന്ന്, അതായത് ഗ്യാങ്ങായി, ചിലപ്പോൾ ആയുധം ഉപയോഗിച്ചുള്ള പീഡനം, അതുമൂലം ഗുരുതര പരിക്ക്, ചിലപ്പോൾ മരണം വരെ ഉണ്ടാകുന്ന വിധം, ചിലപ്പോൾ കുട്ടി ഗർഭിണിയാകുന്നത്, കുട്ടിക്ക് HIV അല്ലെങ്കിൽ STD പകരുന്നത് ഒക്കെ ഈ സെക്ഷൻ കീഴിൽ വരുന്നു. കസ്റ്റഡിയിലുള്ള കുട്ടിയോട് റയോട്ട്, ഫ്ലഡ് തുടങ്ങിയ പോലെയുള്ള ദുരന്ത സാഹചര്യങ്ങളിൽ കുട്ടിയോട് മോശമായി പെരുമാറുന്നത്, ഇനി മാനസിക ശാരീരിക വൈകല്യമുള്ള കുട്ടിയോട് പെരുമാറുന്നത്, ഇവയും സെക്ഷൻ 5, 6 കീഴിൽ വരുന്നു. ശിക്ഷ 20 വർഷം മുതൽ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് വരെ അല്ലെങ്കിൽ ഡെത്ത് പെനാൽറ്റി വരെ സെക്ഷൽ അസാൾട്ട് സെക്ഷൻ 7, 8 കീഴിൽ വരുന്നു. സെക്ഷൽ ഹരാസ്മെൻറ്റ് സെക്ഷൻ 11ഉം 12ഉം. ലൈംഗിക ഉദ്ദേശത്തോടെ സംസാരിക്കൽ, ആംഗ്യം കാണിക്കൽ, സന്ദേശങ്ങൾ അയക്കൽ, ഇവയൊക്കെ സെക്ഷൻ 11, 12 കീഴിൽ വരുന്നു. ശിക്ഷ വരുന്നത് 3 വർഷം വരെ. ഇനി ചൈൽഡ് പോണോഗ്രാഫി സെക്ഷൻ 13, 15 കീഴിൽ വരുന്നു. ഇതിന് കഠിന ശിക്ഷയാണ് ഉള്ളത്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എടുക്കുന്നത് ഈ സെക്ഷൻ കവർ ചെയ്യുന്നു. പോക്സോ കേസിനെ കുറിച്ച് ചെറിയ ഒരു വിവരണം തന്നു കഴിഞ്ഞു. ഇനി ഫേക്ക് പോക്സോ കേസുകളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ പറയാം. കീപ് വാച്ചിങ് ആമീസ് വേൾഡ് 2025. നന്ദി, നമസ്കാരം.